ഈ പെഹൽഗാം ഭീകരാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ വേഗത്തിൽ പരിശോധിക്കാനാണ്. നോക്കാം നമുക്ക്. ഇതിൽ ആദ്യം 2025 ഏപ്രിൽ മാസം 22-ലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് പെഹൽഗാമിൽ 26 ഇന്ത്യൻ പൗരന്മാരെ അതിർത്തി കടന്നെത്തിയ പാക് ഭീകരർ വെടിവെച്ചു കൊന്ന ദിവസമായിരുന്നു അന്ന്. അതിനുശേഷം നടന്നത് TRF എന്ന ഭീകര സംഘടന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ പ്രതികരണം വരുന്നു. ഈ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന്, ശക്തമായി തിരിച്ചടിക്കുമെന്ന്. അങ്ങനെ പാകിസ്ഥാനെതിരെ ശക്തമായ നയതന്ത്ര നടപടികൾ ഇന്ത്യ ആരംഭിച്ചു. അതും തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 23-ന്. ഈ നയതന്ത്ര നടപടികളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കിയുള്ള നടപടി. അതായത് 65 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ നയതന്ത്ര നടപടികൾക്ക് നമ്മുടെ രാജ്യം മുതിർന്നു. ശ്രീനഗറിൽ ഇതിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേരുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് HAL, ധ്രുവ് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നു. ബൈസാരൻ വാലി ടൂറിസ്റ്റുകൾക്ക് മുൻകൂർ അനുമതി വാങ്ങാതെ തുറന്നു നൽകിയതിൽ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നൊരു വിലയിരുത്തലടക്കം ആ സന്ദർശനത്തിലുണ്ടായി. പിന്നീട് 2 ആഴ്ചക്കാലം നയതന്ത്ര നടപടികളുമായി പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നമ്മുടെ രാജ്യം. ഇനി നമ്മൾ പോകുന്നത് അതിനുശേഷമുണ്ടായ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പടികളിലേക്കാണ്, ഓപ്പറേഷൻ സിന്ദൂറിലേക്ക്. അതായത് 26 നിഷ്കളങ്കരുടെ ജീവനെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ അതിശക്തമായ മറുപടിയിലേക്ക്. മെയ് 7 പുലർച്ചെ 1:44 പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുന്നു. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്. ഈ ഭീകര കേന്ദ്രങ്ങളിൽ 5 എണ്ണം പാക് അധീന കശ്മീരിലാണ്, 4 എണ്ണം പാകിസ്ഥാനിനുള്ളിലാണ് സംഭവിച്ചതും. ഇനി ഇന്ത്യയുടെ ഈ നടപടി പാക് സൈനിക കേന്ദ്രങ്ങളെയും പൊതുജനങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാതെയായിരുന്നു. പാക് സൈനിക കേന്ദ്രങ്ങളെയോ അവിടുത്തെ സിവിലിയൻസിനെയോ ഈ രാജ്യം തൊട്ടില്ല. തകർത്തതാവട്ടെ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്, ലഷ്കർ തോയ്ബ ഭീകര കേന്ദ്രങ്ങളാണ്. ഇതിനുശേഷം ആക്രമണത്തിന് പിന്നാലെ നയതന്ത്ര പങ്കാളികളെ വിളിച്ചു, നടന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യം ബോധ്യപ്പെടുത്തി. പിന്നീട് രാജ്യം കനത്ത ജാഗ്രതയിലേക്ക് പോവുകയാണ്. സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയ് 8-ലേക്കാണ്. അതായത് ഇന്നലെ നടന്ന കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ രാവിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം വരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ അറിയുന്നു, ഇന്ത്യയുടെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാക് ആക്രമണ ശ്രമം ഉണ്ടായി എന്ന്, അതിന് ശക്തമായി ഈ രാജ്യം തിരിച്ചടിച്ചു എന്ന്. അങ്ങനെ സ്ഥിരീകരണം വരികയാണ്. 100-ലധികം ഭീകരരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളോടക്കം വെളിപ്പെടുത്തൽ നടത്തി. ഇന്നലെ രാത്രി 8:05, അതായത് മെയ് 8 രാത്രി 8:05 നമ്മുടെ രാജ്യം ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കടന്നു. അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത് രാത്രി 8:05 ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ പറന്നു വന്നു. അതിൽ S-400, L-70, Su-23 ഷിൽക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ നമ്മുടെ രാജ്യം അതിശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാന്റെ 4 പോർ വിമാനങ്ങൾ വീഴിച്ചു ഇന്ത്യ എന്നും വാർത്തകൾ വന്നു. 2 JF-16, ഒരു F-16, ഒരു അവാക് എന്നിവയാണ് ഇന്ത്യ വീഴിച്ചത്. പാക് ഡ്രോണുകൾ നിർവീര്യമാക്കി. ഇതിനിടയിൽ പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2 പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. ആ വാർത്തകൾക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ 5:30 ആകുമ്പോഴത്തേനും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താ സമ്മേളനം വരുന്നുണ്ട്. അപ്പോൾ അതിലാവും ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തതകൾ ലഭിക്കും. അപ്പോൾ ഇതാണ് പെഹൽഗാം ഭീകരാക്രമണം മുതൽ ഇന്നലെ വരെ നടന്ന സംഭവ വികാസങ്ങൾ.